ആയിട്ടുള്ള ഇതിലാണ് ചെയ്യാൻ പറയുന്നത്. നോ സ്ലീപ്പ് ഫോർ 24 ഒന്നും ഞാൻ പറയൂല, ഫോർ ജസ്റ്റ് 5 hours. അതായത് ഇപ്പം ടൈം വന്നിട്ട് എനിക്ക് തോന്നുന്നത് 10 ആണോ തന്നെ 10:56 ആയിട്ടുണ്ട്. നമ്മൾ ഈ ചാലഞ്ച് തുടങ്ങിയിട്ട് 10:30 നമ്മൾ ചാലഞ്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 10:56 ആയി. നമ്മൾ 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30 7 hours നമ്മൾ ഈ ഒരു ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിലാദ്യം ഇറങ്ങുന്ന ആൾ ഔട്ടാവും. 7:30 അല്ല 5:30 വരെ ഇരിക്കുന്ന ആൾക്ക് നമ്മളൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കും. അത് നിങ്ങൾ അവസാനം കണ്ടാവും. സോ നിനക്കിപ്പോൾ എത്ര മണിയായെന്നൊരു ഐഡിയ ഉണ്ടോ? ഇപ്പോൾ 12:06 നമ്മുടെ ചാലഞ്ച് തുടങ്ങിയിട്ട് 2 hours ആയി. ഇത്ര പെട്ടെന്ന്? അത് നമ്മളതിന് മുമ്പ് തുടങ്ങിയില്ലേ, വീഡിയോ ഷൂട്ട് ചെയ്തത് കുറച്ചടുത്താണെന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മൾ എന്താണ് ഇപ്പോൾ കളിക്കാൻ പോകണം? നമുക്ക് കുറേ നേരം എടുത്ത് ബോറടിച്ച് അല്ലേ മുന്നേ? അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു, മുന്നേ ഏത് ഗെയിമാണ് മുന്നേ പറഞ്ഞാൽ ചേഞ്ച് ക്യാൻവാസ് ആഫ്റ്റർ 2 minutes. അപ്പോൾ നമുക്കറിയാം എന്ത് ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിലൂടെ വരാൻ പോകുന്നത്. അവസാനത്തെ ഔട്ട്പുട്ട് കാണാൻ പറയല്ലേ. മുന്നേ കാര്യമായി ആരെയോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് പോർട്രേറ്റ് ആണോ അവനാ? നമ്മൾ മെയിനായിട്ടും ഈ ചാലഞ്ച് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തന്നെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ചാലഞ്ച് വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെന്താ ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഈ ഒരു ചാലഞ്ച് ഉദിച്ചത്. അപ്പം തന്നെ ഞങ്ങൾ ചെയ്യാം, ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഓക്കെ ഞാൻ വീഡിയോ എടുത്തു തരാം, പക്ഷെ ഞാൻ വീഡിയോയിൽ മാത്രം വരില്ല, എൻ്റെ മുഖം ഒന്നും കാണിക്കില്ലെന്നൊക്കെ അവൻ പറഞ്ഞു. എന്തായാലും ഇങ്ങനെയൊക്കെ അവൻ വരുന്നത് തന്നെ എന്തോ ഭാഗ്യത്തിനാണ്. അപ്പോൾ കിട്ടിയ അവസരത്തിന് തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തു. ഇപ്പം ഞാൻ എഡിറ്റിങ് കുറേ നേരത്തെ ഒന്നും ഇരുന്നില്ല, ഒരു 5-10 മിനിറ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ കളിച്ച് അവിടെ ഇരുന്നു. അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എത്ര മണിയായി മുന്നേ? ഇപ്പോൾ 1:59. ഇതുവരെ എനിക്കൊരു ഉറക്കം വന്നില്ല. നിനക്കാ? ചെറുതായിട്ട് വന്നു. സോ ഇനി ഞാൻ കുറച്ച് നേരം ഇനി എഡിറ്റിങ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് പാട്ടൊക്കെ ഇട്ട് വിടുന്ന ചില്ല അത്ര ആയിട്ട് നമ്മൾ ചുമ്മാ വിടുന്ന ബോറഡ് ഡാൻസ് അത് തന്നെ അത്രേ ഉള്ളൂ. അതാണ് അടുത്ത പരിപാടി. പിന്നെ പേരുള്ള സാധനം കളിക്കാം, അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കാം. പിന്നെ ബോറടിച്ച് ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പേര്, സ്ഥലം, സാധനം കളിക്കാം. ഇപ്പം ഞാൻ എഡിറ്റിങ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൈം 3:33. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ആ ടൈമും ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയുന്ന നെയിം പ്ലേസ് തിങ്ങും കളിക്കാമെന്ന് വിചാരിച്ച് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിംബാവേ ഓക്കെ. തിങ് സിപ്ലൈൻ അതെന്ത് സാധനം? അനിമൽ, സീബ്ര, ഫിലിം. ടോട്ടൽ മാർക്ക് കൂട്ടിപ്പറ. 110, 110, 120, 130, 150, 160, 170, 180, 120, 150. ഇത് സീനാണ്, നമുക്ക് ശരിയാക്കാം. 50, 10, ഓക്കെ ഗായ്സ്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. നിങ്ങൾ കണ്ടോ ഇത്? അവനെത്രയൊന്നും പറയാം. എനിക്ക് ഇത്ര ഷോക്കാണില്ലാണ്. അയ്യോ എനിക്ക് ഇത്ര കാണാൻ പറ്റുന്നുണ്ട്. കണ്ടുകൊടുക്കുന്നു. നിനക്ക് എത്ര? 19 ഏടെ പൂജ കൂട്ടിയില്ലേ നീ? 4 സെറ്റ്. സൈഡിലെ പൂജ ആര് കൂട്ടു? ഇനി ഒന്ന് എന്തേ നീ
ഉണ്ടല്ലേ ഞാൻ ആദ്യമാണെങ്കിലേ 4, 5, 9 അല്ലേ ഞാൻ 10 എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയാണ്. 4, 5, 9 ഞാൻ നല്ലപോലെ കൂട്ടി. പക്ഷെ വന്നപ്പോൾ 160 പിന്നെ ഞാൻ നല്ലപോലെ കൂട്ടിയപ്പോൾ 200 കിട്ടി. ശ്രദ്ധിക്കാതെ കുട്ടിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 119 എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചില്ല. 190 200 സൗണ്ട് ഉണ്ടാക്കില്ല. അപ്പുറത്തെല്ലാവരും കൂടെ എണീച്ച് ചാടി ഇറക്കി വരും. ഇനി നമുക്ക് അടുത്ത പോർമാറ്റം. ഗൈസ്, മുന്നേ ആണെങ്കിൽ അത്രയും നേരം പറയണം എനിക്ക് ഉറക്കം വരണേന്ന്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഹോളിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും TV മാത്രം ഓണായി കിടക്കുന്നുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. അവർ രണ്ടിനും അപ്പുറത്ത് കിടന്ന് ഉറങ്ങി. അത് നമ്മളെ കുറേ വിളിച്ചായിരുന്നു കേട്ടോ ഉറങ്ങാനായിട്ട്. ഞങ്ങൾ പിന്നെ ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ആണ് പോകാത്തത്. നമ്മൾ TV ഒക്കെ ഓണായിരുന്നു, അതൊന്ന് നോക്കി ഇരുട്ടത്ത് നടക്കണം. ഇപ്പോഴത്തെ കറക്റ്റ് ടൈം നിങ്ങൾക്ക് ആ TV യിൽ നന്നായിട്ട് കാണാമല്ലോ, 2:47. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈം ആകുന്നില്ല, 1 മണിക്കൂർ കഴിഞ്ഞു. 3:38 ആണ്. കുറച്ച് ചരിഞ്ഞിരിയടാ, കുറച്ച് ലുക്കൊക്കെ വേണ്ടേ. വെളുത്ത രാജാവും കറുപ്പിലേ ഇരിക്കും. ഗൈസ്, മുന്നേ കളിക്കാൻ പഠിപ്പിച്ചു തരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ചെസ്സ് കളിക്കാൻ അറിയാം, പക്ഷേ ഞാൻ കുറേ നടന്ന് കളിച്ചതാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ പഠിപ്പിച്ചു തരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഭയങ്കര ക്ഷീണമായി. ആവശ്യമില്ലാത്ത ഉറക്കം, ഇത്രയും നേരം ഇല്ലാത്ത ഉറക്കം കൂടെ എനിക്ക് വന്ന്. മുന്നേരം ഉള്ള ഉറക്കം പോയാൽ ഉറക്കം വന്ന് ചെയ്യാം. അവസാനം ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് നമുക്ക് കാപ്പിയെല്ലാം ഇടാമെന്ന്. ബട്ട് നമ്മൾ ഇപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് 5:30 4:30 5:30 ടൈം ആകുമ്പോൾ ഭയങ്കര ഉറക്കം വരും. നമ്മൾ ഏറ്റവും അവസാന നിമിഷം കൊണ്ട് നിർത്തിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അത് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ്, അതായത് 10:30 പറഞ്ഞില്ലേ, ആ സമയത്ത് നിന്ന് ഞങ്ങൾ ഈ വീൽസിൻ്റെ ഗെയിം കളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ഉറക്കം വന്നപ്പം മുഖമൊക്കെ കഴുകിയിട്ട് നമ്മളിവിടെ വന്ന് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 5 മണിയാകുമ്പം മുകളിൽ പോയിരുന്ന് സൺറൈസും കണ്ട് കാപ്പിയും കുടിച്ച് ഉറങ്ങി വിരലി കാപ്പിയും കുടിച്ച് നമുക്ക് പോയി കിടന്നുറങ്ങാം അല്ലേ. അപ്പം നമുക്ക് കാപ്പി ഇടാം. നിസ്കരിച്ചിട്ട് അതെനിക്ക് ഓർമ്മയുണ്ട്, പറയാൻ മറന്നു. അപ്പം നമുക്ക് കാപ്പി ഇടാം. ഹോളിനോട് ചേർന്ന് റൂമിരിക്കണോണ്ട് നമ്മളിവിടെ എന്ത് ചെയ്താലും ഉമ്മിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ വേണം ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് മേക്ക് കാപ്പി. കറക്റ്റ് ടൈമിങ്. സക്സസ്ഫുള്ളി നമ്മൾ 6 hours അല്ലേ 6 hours ഉറങ്ങാതിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഉറങ്ങായിരുന്നു പറയാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ലാസ്റ്റ്, അതായത് 5:30 കഴിഞ്ഞിട്ടാണ്
5:30 കഴിഞ്ഞപ്പോൾ മുന്നേ ഉറങ്ങി. അപ്പോൾ കിടക്കുകയാണ്. അപ്പം അവൻ ടൈം ബ്രേക്ക് ചെയ്തിട്ടാണ് കിടന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ തുടങ്ങിയ ടൈം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ജസ്റ്റ് ഉറങ്ങി എണീറ്റ് അപ്പം തന്നെ എണീറ്റ്. ഞാൻ ഒന്നുമില്ല, നമ്മുടെ അപ്പം തന്നെ എണീറ്റ്. ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയില്ല. നമ്മുടെ അപ്പം തന്നെ എണീറ്റ് ഇവനും അടച്ചിട്ടപ്പം ഈ സമയത്ത് നമ്മളെങ്ങനെ സർപ്രൈസ്. അപ്പോൾ ഒന്നാണെങ്കിൽ ഉറങ്ങിയും പോയി. അപ്പോൾ നമുക്ക് ഉന്നെ പേഴുന്നേറ്റ് കഴിച്ച് നമ്മളിന്ന് ടീയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആൽക്കമിസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരുന്നതിനിടയിൽ മുന്നേ ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴും നമ്മുടെ സമയം പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ടീ കുടിച്ചിട്ട് നമുക്ക് സൺറൈസ് ഞാൻ കാണാൻ പോവാം. 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ പോവാം. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും നിങ്ങൾ സൺറൈസ് കണ്ടിട്ട് മുന്നേ വിളിച്ചപ്പോൾ മുന്നേ എണീച്ചില്ല. ഇവിടെ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ കാണാമല്ല വീഡിയോയിലൊന്നും. അത് ഭയങ്കര വെളിച്ചമുള്ളതല്ലോ തോന്നുന്നത് വീഡിയോയിൽ. പക്ഷെ ഭയങ്കര അടഞ്ഞു മൂടി ഡാർക്ക് ബ്ലൂവിലാണ് നിൽക്കണം ഇവിടെ.